കർത്താവായ യേശു ക്രിസ്തു ആ, കാൽവറിയിലെ ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ 7 മൊഴികളെ കുറിച്ചായിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയും നമ്മൾ അത് തന്നെയാണ് ചിന്തിച്ചത്. പാപം മോചനം പ്രാപിച്ച് ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ ഒരു സാഹചര്യവും ഇല്ലാതിരുന്ന മനുഷ്യരോടുള്ള മനസ്സലിവിന്റെയും സ്നേഹത്തിന്റെയും പ്രകടനമായാണ് നമുക്ക് ആ ക്രൂരമായ പരിഹാസങ്ങളും കഠിനമായ ദേഹോപദ്രവവും ഒക്കെ സഹിച്ചുകൊണ്ട് യേശു കർത്താവ് ആ കാൽവരിയിലെ ക്രൂശ് മരണത്തിന് തയ്യാറായത്. നമുക്ക് അതിൻ്റെയൊക്കെ ആഴങ്ങളും അർത്ഥങ്ങളും ഒക്കെ അറിയാമല്ലോ. അതിനുവേണ്ടിയുള്ള തന്റെ പ്രാർത്ഥനയും നിർദ്ദേശങ്ങളും ഒക്കെയാണ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ആ വാക്കുകളിലൂടെ, അതായത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ അവസാന മൊഴികളിലൂടെ വ്യക്തമാക്കിയത്. ക്രൂശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞ ആ 7 മൊഴികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ കണ്ടതാണല്ലോ. അതിൽ ആദ്യത്തെ 3 മൊഴികൾ കഴിഞ്ഞ 2 ആഴ്ചകളിലെ ദൈവവചന പഠനത്തിൽ വിശദമാക്കിയതും ഓർക്കുന്നുണ്ടാവുമല്ലോ. അതിൽ ആദ്യത്തെ മൊഴി നമ്മുടെ ഓരോരുത്തരുടെയും അറിയായ്മയുടെ കാലത്ത് സംഭവിച്ച പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മഹാപുരോഹിതൻ എന്ന നിലയിലുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. അതിങ്ങനെയായിരുന്നല്ലോ: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം 34-ാം വാക്യത്തിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ഈ പ്രാർത്ഥന തന്നെ ക്രൂശിക്കാനായി ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ച യഹൂദ ജനത്തെയോ മത നേതൃത്വത്തെയോ അതുപോലെ റോമൻ ഭരണകൂടത്തെയോ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതല്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്, നമ്മളത് മനസ്സിലാക്കിയതാണ്. അത് ആദ്യം പാപം ചെയ്ത ആദാം മുതൽ കർത്താവിന്റെ 2ാമത്തെ വരവിന് മുമ്പായി ജനിക്കാൻ പോകുന്ന അവസാനത്തെ വ്യക്തി വരെ ഉൾപ്പെടുന്ന സകല മനുഷ്യർക്കും കൂടി വേണ്ടിയാണെന്നുള്ളത് ആണ് ആ പ്രാർത്ഥന എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. 2ാമത്തെ മൊഴി എന്ന് നമ്മൾ കണ്ടത്: ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. അതിന്റെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം 43-ാം വാക്യമാണത്. ആദ്യത്തെ മൊഴിയായ മഹാപുരോഹിത്യ പ്രാർത്ഥനയുടെ ഫലത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതാണ് 2ാമത്തെ മൊഴിയിലൂടെ കർത്താവ് ഇവിടെ ചെയ്യുന്നത്. എത്ര മോശമായ സാഹചര്യത്തിലായിരുന്നാലും, എത്ര വൈകിയ സമയത്താണെങ്കിലും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്ന ഏവരും ക്രിസ്തുവിലൂടെ നിത്യരക്ഷ പ്രാപിക്കുമെന്ന ഉറപ്പാണ് ഈ മൊഴിയിലൂടെ യേശു കർത്താവ് ലോകത്തിന് നൽകുന്നത്. 3ാമത്തെ മൊഴി നമ്മൾ കണ്ടിരുന്നു: സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. യോഹന്നാന്റെ സുവിശേഷം 19-ാം 26-27 വാക്യങ്ങളിലാണ് ഈ 2 പ്രസ്താവനകൾ കാണുന്നത്. ഒരു മൊഴിയായി കണക്കാക്കുന്ന ഈ 2 പ്രസ്താവനകൾ മരണശേഷം നിത്യതയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പുതിയ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. മരണത്തോടുകൂടി ഈ ഭൂമിയിലുള്ള നമ്മുടെ രക്തബന്ധങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടുമ്പോൾ അതിനേക്കാൾ ആഴമേറിയ ഒരു ആത്മീയ ബന്ധത്തെ യേശു കർത്താവ് വെളിപ്പെടുത്തുകയായിരുന്നു ആ മൊഴികളിലൂടെ. ഇനി കൂടുതൽ ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരും. നമ്മളൊരു 2 ക്ലാസ്സുകളിലായിട്ട് നമ്മളത് കൂടുതൽ നന്നായി അത് വിശദീകരിച്ചല്ലോ. ഇന്ന് രാത്രിയിൽ നമുക്ക് യേശു കർത്താവിന്റെ കുരിശിലെ 4-5 മൊഴികളെ കുറിച്ച് പഠിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ 4ാമത്തെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായി, മർക്കോസ് സുവിശേഷങ്ങളാണ്. 2 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു മൊഴിയാണിത്. ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ 27-ാം 46-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏലി ഏലി ലെമ്മ ശബക്താനി എന്നുള്ള ആ നിലവിളിയാണ്. ഇനി മർക്കോസിന്റെ സുവിശേഷം 15-ാം 34-ാം വാക്യത്തിൽ അത് ഏലോഹി ഏലോഹി ലെമ്മ ശബക്താനി എന്നാണ്. ഈ 2 പ്രസ്താവനകളുടെയും അർത്ഥം ഒന്ന് തന്നെയാണ്. അതിന്റെ അർത്ഥം ഇത് തന്നെ അവിടെ വിവരിച്ചിട്ടുണ്ട്: എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തേ എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ഏലി ഏലി എന്നത് എന്റെ ദൈവം എന്നർത്ഥം വരുന്ന ഒരു എബ്രായ പദമാണ്. അതുപോലെ തന്നെ എലോഹി എലോഹി എന്നതും അതേ അർത്ഥം നൽകുന്ന ഒരു അരാമ്യ പദമാണ്. ആ നിലയിൽ ആ 2 സുവിശേഷങ്ങളിലും എഴുതിയപ്പോൾ ആ രീതിയിലാണ് അത് എഴുതിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. യഹൂദന്മാർക്കിടയിൽ അന്ന് നിലവിലുണ്ടായിരുന്ന 2 പ്രധാന സംസാര ഭാഷകളായിരുന്നു എബ്രായ ഭാഷയും അരാമ്യ ഭാഷയും. കൂടാതെ അന്നത്തെ ആഗോള ഭാഷയായ ഗ്രീക്കും അന്ന് പ്രചാരത്തിലുണ്ടായിരുന്നു. കാരണം നമുക്കറിയാമായിരുന്നു പുതിയ നിയമം ഗ്രീക്കിലാണ് എഴുതിയെന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. പുതിയ നിയമം ഗ്രീക്കിലാണ് എഴുതിയതെങ്കിലും അതിൽ യേശു തന്റെ പിതാവിനോട് സംസാരിക്കുമ്പോൾ അരാമ്യ ഭാഷയിലെ ചില പ്രസ്താവനകൾ ഉപയോഗിക്കുന്നത് നമുക്ക് ആ ഗ്രീക്കിൽ എഴുതപ്പെട്ട പുതിയ നിയമത്തിൽ നമുക്ക് കാണുന്നുണ്ട്. അതായത് ഗെത്സമനയിൽ വെച്ച് അബ്ബാ, പിതാവേ എന്ന് വിളിക്കുന്നതും, അതുപോലെ നമ്മളിപ്പോ കണ്ടതുപോലെ കുരിശിൽ പറഞ്ഞ എലോഹി എലോഹി ലമ ശബക്താനി എന്ന് പറയുന്നതൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. കർത്താവ് ആ പദങ്ങളും ആ അരാമ്യ പദങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി കർത്താവിന്റെ ക്രൂശീകരണത്തിനോടനുബന്ധിച്ച് വരുമ്പോൾ തലേ ദിവസം രാത്രി ഗെത്സമനയിൽ വെച്ച് പിടിക്കപ്പെട്ട യേശുവിനെ അവർ രാത്രി മുഴുവൻ വിവിധ ന്യായവിസ്താര സഭകളിൽ ഹാജരാക്കുന്നതിനൊപ്പം യേശുവിനെ ഉപദ്രവിക്കുകയും
പരിഹസിക്കുകയും ചെയ്തിരുന്നു എന്ന വേദഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. ഇന്ന് ആദ്യത്തെ ക്ലാസ്സിൽ അത് കുറേയൊക്കെ നമ്മൾ വിശദമാക്കിയിരുന്നു. അതിരാവിലെ തന്നെ അവർ നാടുവാഴിയായ പിലാത്തസിന് മുമ്പിൽ യേശുവിനെ കൊണ്ടുവന്നു. യഹൂദന്മാർ അസൂയ കൊണ്ടാണ് യേശുവിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതെന്ന് പീലാത്തോസിന് മനസ്സിലായി. അങ്ങനെ മനസ്സിലായിട്ടും ജനത്തിന്റെ നിർബന്ധ നിമിത്തം പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കുവാൻ വിധിച്ചു. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിനുശേഷം ക്രൂശുമെടുത്ത് നഗരത്തിന് പുറത്തുള്ള ഗോൽഗോദായിലേക്കുള്ള ആ യാത്രയുടെ അവസാനം ഏകദേശം രാവിലെ 9 മണിയോടുകൂടെ അവർ യേശുവിനെ ക്രൂശിൽ തറച്ചു. തുടർന്ന് 3 മണിക്കൂർ കഴിഞ്ഞ് ഏകദേശം ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ ദേശത്തെല്ലാം ഒരു ഇരുട്ട് വ്യാപിച്ചു എന്ന് നമുക്ക് സുവിശേഷങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ അത്ഭുത പ്രതിഭാസം യഹൂദിയ ദേശത്ത് മാത്രമുണ്ടായ ഒരു സംഭവമായിരിക്കാനാണ് സാധ്യത. ആ നിലയിൽ നമുക്കതിനെ മനസ്സിലാക്കാം. വേദപഠിതാക്കൾ ഇതിനെ വിവിധ നിലയിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പല പഠനങ്ങളും പല അഭിപ്രായങ്ങളൊക്കെ നമുക്ക് ഇതിനെ കാണാൻ കഴിയുന്നുണ്ട്. അതൊരു സൂര്യഗ്രഹണമാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. സാധാരണ നിലയിൽ ഒരു പൂർണ്ണ സൂര്യഗ്രഹണം 3 മണിക്കൂറോളം നീണ്ടൊരു പ്രതിഭാസമാണ്. അത്രയും 3 മണിക്കൂറോളം നീണ്ടൊരു പ്രതിഭാസമാണെങ്കിലും അതിൽ പൂർണ്ണമായി ഇരുട്ട് വ്യാപിക്കുന്നത് കേവലം 8 മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അന്നേരം അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അത്ഭുത പ്രതിഭാസമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഈ സംഭവിച്ച ഈ അത്ഭുതകരമായ അന്ധകാരം അല്ലെങ്കിൽ ആ പ്രദേശത്ത് മുഴുവൻ ഇരുട്ടിലാക്കിയ ആ സംഭവം ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിനെ തള്ളിക്കളയുന്നവർ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഇരുട്ടിലേക്ക് സ്വയം നീങ്ങുകയാണെന്നുള്ള അറിവിനെ പകരുന്നതായിരുന്നു. കർത്താവ് നൽകിയ ആ വെളിച്ചത്തിൽ, ലോകത്തിന്റെ വെളിച്ചമാ കർത്താവ്, ആ കർത്താവ് പകർന്നു കൊടുക്കാൻ ആഗ്രഹിച്ച വെളിച്ചത്തെ തള്ളിക്കളയുന്നവർ അവർ ഇരുട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് അറിയിച്ചു വരുന്നത്. അതായത് ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ നടക്കാൻ കൂട്ടാക്കാത്തവരിൽ നിന്നും ആ വെളിച്ചത്തെ എടുത്തു കളയുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ നമുക്ക് ആ ഇരുട്ടിനെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ആ പ്രകൃതിയുടെ ദുഃഖം എന്ന രീതിയിലൊക്കെ നമ്മൾ അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ അതിനെയൊന്നും നിരസിക്കുന്നില്ല. അതിലൊക്കെ വ്യാഖ്യാനിക്കുന്നതിന് അർത്ഥമുണ്ടല്ലോ. യേശു കർത്താവിനെ ക്രൂശിച്ച ആ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിച്ച ആ ഇരുട്ട് നീങ്ങിപ്പോകുന്നത് 3 മണിക്കൂറുകൾക്ക് ശേഷമാണ്. നമുക്ക് ആ പുസ്തകങ്ങളും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ സമയത്താണ് യേശു കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ടുള്ള തന്റെ 4ാമത്തെ മൊഴി അവിടെ അല്ലെങ്കിൽ 4ാമത്തെ പ്രസ്താവന പറയുന്നത്. ഇതുവരെയുള്ള തന്റെ കഷ്ടപ്പാടുകളെല്ലാം ആ പരമയാഗത്തിന്റെ ഒരുക്കമായിരുന്നു. ഗെത്സമനയിൽ താൻ വിളിച്ചതും അതിനുശേഷം പടയാളികളാൽ അതുപോലെ മറ്റ് യഹൂദ ജനങ്ങളാലൊക്കെ പരിഹാസം അനുഭവിച്ചതും അടികൊണ്ടതും അങ്ങനെയുള്ള മർദ്ദനങ്ങൾ ഏറ്റതും ഇതൊക്കെ ആ പരമയാഗത്തിന്റെ ഒരുക്കമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ അന്തിമ യാഗത്തിന് താൻ ഒരുങ്ങുന്ന നിമിഷത്തിൽ അതിന്റെ ഭീകരതയെ മുന്നിൽ കണ്ടുകൊണ്ട് യേശു എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് എന്ന അർത്ഥം വരുന്ന ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന ഉച്ചത്തിൽ നിലവിളിക്കുന്നത്. നമ്മൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നത് എന്ന് പറയുമ്പോൾ നോക്കുക, അന്ന് രാത്രി മുഴുവനും താൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, അതൊന്നും കഴിക്കാതെ തന്നെ രാത്രി മുഴുവനായിരിക്കുകയാണ്. അങ്ങനെ ആ വളരെ പ്രയാസപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു മധ്യ ഒത്തിരി ഉപദ്രവങ്ങൾ ഏറ്റുണ്ട്, തന്റെ ശരീരത്തിന്റെ രക്തം ധാരധാരയായി ഒഴുകിപ്പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ തളർന്ന ആ ശബ്ദത്തിൽ വളരെ ആയാസപ്പെട്ട് കഴിയുന്നത്ര ഉറക്കെ വിളിച്ചു പറഞ്ഞത് അവിടെ കൂടി നിന്നവർക്ക് മനസ്സിലായില്ല. അവർ ആ നിലയിൽ അതിനെ ഗ്രഹിച്ചില്ല എന്ന് നമുക്ക് കാണുന്നുണ്ട്. യേശു ഉച്ചത്തിൽ പറഞ്ഞത് ഏലിയാവിനെ വിളിക്കുകയാണെന്ന് അവിടെ ചുറ്റും കൂടി നിന്നവർക്ക് തോന്നി. അവർ ആ നിലയിലാണ് അത് മനസ്സിലാക്കിയത്. ഒരുപക്ഷെ ആ വാക്കുകളുടെ അവ്യക്തത കൊണ്ടായിരിക്കാം അത് സംഭവിച്ചത്. അത് കേട്ടപ്പോൾ അവരിൽ ഒരാൾ ഒരു സ്പോഞ്ച് എടുത്ത് പുളിച്ച വീഞ്ഞിൽ മുക്കി ഒരു ഈറ്റ് തണ്ടിന്മേൽ കടിപ്പിച്ച് യേശുവിന് കുടിക്കാൻ കൊടുത്തു എന്നാണ് ആ വേദഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തലേ ദിവസം രാത്രിയിലെ പെസഹ ആചരണത്തിന് ശേഷം യേശു എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനോ എന്തെങ്കിലും പാനീയം കുടിക്കാനോ ഉള്ള ഒരു സാഹചര്യം ലഭിച്ചില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. ഞാനത് മുമ്പ് പറഞ്ഞതാണല്ലോ. അതിനൊരു സാഹചര്യം ലഭിച്ചില്ല എന്ന് നമുക്ക് കാണാം. ഗെത്സമനയിൽ നിന്ന് പിടിക്കപ്പെട്ട് ആ വഴിക്ക് അങ്ങനെ പോവുകയായിരുന്നു, കോടതികളിൽ നിന്ന് കോടതികളിലേക്ക്. അങ്ങനെ യേശു ഒരു തടവുകാരനെ പോലെ യാത്ര ചെയ്യായിരുന്നു. അങ്ങനെയെങ്കിൽ ക്രൂരമായ മർദ്ദനങ്ങൾ നിമിത്തവും തന്റെ ദേഹത്തുള്ള വിവിധ മുറിവുകൾ കൂടി രക്തം വാർന്നു പോകുന്നത് കൊണ്ടും വലിയ ദാഹം യേശുവിനുണ്ടാകാം. അല്ലെങ്കിൽ ആ ദാഹത്തിന്റെ ഏറ്റവും അവസാനത്താണ് ഇത് കാണാൻ കഴിയുന്നത്. ഇത്രയും നിർജ്ജലീകരിക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് പെട്ടെന്ന് വെള്ളം കുടിച്ചാൽ തൊണ്ടയിൽ വലിയ വേദനയും പ്രയാസവും. നമുക്കറിയാം, ഒത്തിരി വെയിലത്ത് കടന്നു വരുമ്പോൾ നമുക്കൊരു സ്ട്രോ അല്ലാതെ നമ്മൾ ഒറ്റയടിക്കും നമ്മുടെ ഗ്ലാസ്സിൽ നിന്നൊക്കെ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് തൊണ്ടയ്ക്ക് ഒരു പ്രയാസം അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഇത്രയും നിർജ്ജലീകരിക്കപ്പെട്ട ആ അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് വെള്ളം കുടിച്ചാൽ തൊണ്ടയിൽ വലിയ വേദനയും പ്രയാസവും ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും സ്പോഞ്ചിൽ നിറച്ച പാനീയം നാക്കുകൊണ്ട് നുണയുന്നതിനായി ആ ചുണ്ടിനോട് അടുപ്പിച്ച് അവിടെ നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. മത്തായി മർക്കോസും യേശു ആ പാനീയം സ്വീകരിച്ചോ എന്ന് പറയുന്നില്ല. എന്നാൽ സ്പോഞ്ച് വായിലേക്ക് ഉയർത്തിയപ്പോൾ യേശു ആ പുളിച്ച വീഞ്ഞ് സ്വീകരിച്ചു എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 19-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. യേശു കർത്താവ് തന്റെ ഭൂമിയിലെ ശുശ്രൂഷ കാലയളവിൽ തന്റെ അടുക്കൽ വന്ന് അനേകരെ സൗഖ്യമാക്കി. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അനേകരെ ബാധിച്ചിരുന്ന ഭൂതങ്ങളെ പുറത്താക്കി വലിയ അത്ഭുത
അത്ഭുത പ്രവർത്തികൾ. കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ആർക്കും നിരാശരായി പോകേണ്ടി വന്നില്ല എന്നുള്ള ചരിത്രമൊക്കെ അവിടെ കൂടിയിരുന്നവർക്ക് അറിയാമായിരുന്നു. യേശു കർത്താവിന്റെ വാക്കിന്റെ മുന്നിൽ, അല്ലെങ്കിൽ കൽപ്പനയുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന, പിതാവിനോടുള്ള ഒരു പ്രാർത്ഥനയുടെ മുമ്പിൽ അതൊക്കെ സംഭവിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ആ ജനക്കൂട്ടം കണ്ടിട്ടുണ്ട്. അവരുടെ ചുറ്റുമാർക്കുന്ന അവർക്കൊക്കെ അതറിയാം. ഇനി ഇവിടെ ഏലി ഏലി ലമാ ശബക്താനി എന്ന് പറയുന്നത് ഏലിയാവിനെ വിളിക്കുന്നതാണെന്ന് ചിന്തിച്ച് ഏലിയാവ് വരുമോ എന്ന് അവർ കാത്തു. കാരണം ആ മത നേതൃത്വത്തിന്റെ പേരിനെ ക്രൂശിക്ക എന്ന ആ ജനക്കൂട്ടം ആക്രോശിക്കുമ്പോഴും അത് സംഭവിക്കാൻ, അല്ലെങ്കിൽ കർത്താവിനെ ക്രൂശിക്കുവാൻ അവർക്ക് കഴിയില്ല എന്ന് തന്നെയായിരിക്കും ഒരുപക്ഷെ അതിൽ വലിയൊരു കൂട്ടം ചിന്തിച്ചിരിക്കുന്നത്. ആ സാധ്യത, അല്ലെങ്കിൽ ആ ക്രൂശീകരണം എന്നുള്ളത് അത്യന്തമായി സംഭവിക്കാൻ പോകുന്നില്ല എന്നായിരിക്കാം അതിലൊരു ഒരു വലിയ പക്ഷം ചിന്തിച്ചിരിക്കുന്നത്. യേശു തന്റെ ഒരുപക്ഷെ തന്റെ ശക്തി കൊണ്ടോ, അല്ലെങ്കിൽ അവന്റെ ശക്തിയുടെ ഉറവിടത്തിൽ നിന്നുള്ള സഹായം കൊണ്ടോ രക്ഷപ്പെടുമെന്നായിരിക്കും അവർ ചിന്തിച്ചത്. നീ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറയുന്നതിലും അവർ അതുപോലെയുള്ള ഒരു അത്ഭുതം പ്രതീക്ഷിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതൊരു പരിഹാസമാണ്, ഞാൻ അതിന് മറന്നിട്ടില്ല പറഞ്ഞത്. അങ്ങനെ രക്ഷിക്കാൻ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ വിശ്വസിക്കാം എന്ന് പറയുമ്പോൾ ഇത്രയും അത്ഭുതം പോലെ നീ നിന്നെ രക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ കൂടുതൽ വിശ്വസിക്കാം എന്ന് പറയുമ്പോൾ അതും അവർ പ്രതീക്ഷിച്ചിരുന്നു എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ യേശു രണ്ടാമതും ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ആത്മാവിനെ വിട്ടുകൊടുത്തു എന്നാണ് ആ വേദഭാഗത്ത് കാണാനാവുന്നത്. 5-ാം സുവിശേഷ സങ്കീർത്തനം എന്നറിയപ്പെടുന്ന 22-ാം സങ്കീർത്തനത്തിലെ ആരംഭ വാക്യത്തിലാണ് നമുക്ക് ഈ നിലവിളി കാണുന്നത്. ഈ നിലവിളി പഴയ നിമിത്തമുണ്ട്, അത് കാണാൻ കഴിയുന്നത് 22-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിനാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ആ 22-ാം സങ്കീർത്തനം ഒരു മഷികൈക സങ്കീർത്തനമാണല്ലോ. കർത്താവിന്റെ കഷ്ടപ്പാടുകളെ, ക്രൂശാനുഭവങ്ങളെ ഒക്കെ വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണല്ലോ. അതിലെ പല വാക്യങ്ങളും ക്രൂശീകരണ സംഭവത്തിൽ നിവൃത്തിയായി എന്നുള്ളതും നമുക്കറിയാം. അതൊക്കെ നമ്മൾ പല സന്ദർഭങ്ങളിൽ ആചരിക്കുന്ന സമയത്ത് പല പ്രസംഗങ്ങളിലൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. അവിടെ ആ സങ്കീർത്തനം ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ, ആക്രമണ സ്വഭാവമുള്ള കാളകളും നായ്ക്കളും എന്ന പോലെ ദുഷ്ടന്മാർ യേശുവിനെ വളഞ്ഞു നിന്ന് ആക്രമിച്ചു. തുടർച്ചയായ ഉപദ്രവങ്ങൾ കൊണ്ട് യേശുവിന്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങി. കഠിനമായ നിർജ്ജലീകരണത്താൽ യേശുവിന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരുന്നു. ക്രൂശോട് ചേർത്ത് വെച്ച് യേശുവിന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. 3 ആണികളിൽ തൂങ്ങിക്കിടക്കുന്ന യേശു കർത്താവിന്റെ അസ്ഥികളൊക്കെ ബന്ധം വിട്ടതുപോലെയുള്ള വേദനയിൽ ആയി എന്നൊക്കെ നമുക്ക് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണുന്നുണ്ട്. കൂടാതെ ആ വേദന സഹിച്ച് ക്രൂശിൽ കിടക്കുന്ന സമയത്ത് തന്നെ യേശുവിന്റെ വസ്ത്രങ്ങൾ അവർ പരിഹാസത്തോടെ ചീട്ടിട്ട് പങ്കിട്ടെടുത്തു എന്നുള്ള ആ ഭാഗങ്ങളൊക്കെ നമുക്ക് ആ 22-ാം സങ്കീർത്തനത്തിൽ കാണുന്നുണ്ട്. 22-ാം സങ്കീർത്തനത്തിൽ പ്രവചനമായി പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ അവിടെ നിവൃത്തിയാകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനത്തിലെ ആ വിശദീകരണങ്ങളൊക്കെ സുവിശേഷങ്ങൾ അതേ നിലയ്ക്ക് എടുത്തു പറയുന്നില്ലെങ്കിലും ആരംഭിക വാക്യത്തിൽ കാണുന്ന ആ നിലയിലൂടെ അതുപോലെ തന്നെ യേശു കർത്താവ് ഏറ്റു പറയുന്നത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച ആ കഷ്ടങ്ങളിലെ ഏറ്റവും വേദന നിറഞ്ഞ അനുഭവങ്ങളായിരുന്നു മുൾക്കിരീടം, ഇരുമ്പാണികൾ, പരിഹാസം, വിദ്വേഷം തുടങ്ങിയവ. എന്നാൽ ഇതിനേക്കാളൊക്കെ മർമ്മഭേദകമായ ഒരവസ്ഥയായിരുന്നു ദൈവത്താൽ കൈവിടപ്പെട്ട എന്ന അവസ്ഥ എന്ന് നമുക്ക് ഈ ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ഇവിടെ ദൈവം പൂർണ്ണമായി കൈവിട്ടു എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും കഷ്ടതയിൽ കുറെ സമയത്തേക്ക് ഉത്തരം ലഭിക്കാതിരിക്കുന്നത് പോലെയുള്ള ഒന്നല്ല. പലപ്പോഴും നമ്മുടെ കഷ്ടതയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളോട് ഉത്തരം തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ദൈവം നമ്മളെ കൈവിട്ടു എന്നൊക്കെ നമ്മൾ വിലപിക്കാറുണ്ട്. നമ്മൾ ആ നിലയിലൊക്കെ നമ്മൾ പറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പ്രിയമുള്ളവരെ, ആരെങ്കിലും ദൈവം പൂർണ്ണമായി കൈവിട്ടു എന്ന് പറയുന്നത് അവനെ നരകശിക്ഷയിലേക്ക് തള്ളി എന്നാണ് അതിലൂടെ അർത്ഥമാക്കുന്നത്. ഒരു മനുഷ്യനെ ദൈവം കൈവിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ശിക്ഷാവിധി വിധിച്ച് അവനെ തള്ളിക്കളഞ്ഞു എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. ആ നിലയിലാണ് നാം അത് മനസ്സിലാക്കുന്നത്. ഇവിടെ കർത്താവ് എന്നെ കൈവിട്ടു എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു നിലയിലാണ് കർത്താവിന്റെ നിലവിളി എന്നുള്ളത് നാം മനസ്സിലാക്കുക. പിതാവാം ദൈവത്തിന്റെ വിശുദ്ധിയോടുള്ള സമീപനവും മറ്റു ആ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാവുന്ന യേശുക്രിസ്തുവിന്റെ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്താ ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മുടെ ചെറിയതും വലുതുമായ കഷ്ടതകളുടെ ഇടയിൽ നമുക്കുണ്ടാകുന്ന നിരാശകളുമായി ഒരിക്കലും, അല്ലെങ്കിൽ ഒരു രീതിയിലും അതിനെ താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നാം അറിയുക. അതിനേക്കാളൊക്കെ ഒത്തിരി ആഴമേറിയ അർത്ഥം ആ നിലവിളിക്കുണ്ട്. യേശു കർത്താവ് ഈ കഷ്ടാനുഭവങ്ങൾ സഹിക്കുന്നതിന് മുമ്പ് തന്നെ പാപികൾക്ക് പകരമായി സർവ്വലോകത്തിന്റെയും പാപം ചുമക്കുന്ന അതിദാരുണമായ അവസ്ഥയാണെന്ന് കർത്താവ് സ്വയമേ അറിഞ്ഞിരുന്നു. ഇത്രയും വലിയ വേദനയിലൂടെ താൻ കടന്നു പോകുന്നു എന്നുള്ളത് കർത്താവിന് അറിയാമായിരുന്നു. അത് പഴയ നിയമത്തിൽ പ്രവചനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ അതിൽ ഒരു വാക്യം മാത്രം ഞാൻ വായിച്ചു മുന്നോട്ട് വരട്ടെ.
യശയ്യാപ്രവചനം 53-5-6 ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു പിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുപിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമർത്തി. പിള്ളേരെ, ആ വലിയ ശിക്ഷ ഏറ്റെടുക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഭയങ്കരമായ ആത്മീയ നിരാശ്രയത ആ ഒരു മനുഷ്യന് സഹിക്കാവുന്നതിന്റെ പരിധിക്ക് അപ്പുറമാണെന്നതിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇവിടെ നിലവിളിക്കുന്ന, അല്ലെങ്കിൽ എന്നെ കൈവിട്ടത് എന്തേ എന്നുള്ള ആ ചോദ്യത്തിലൂടെ, ആ നിലവിളിയിലൂടെ കർത്താവ് അവിടെ പ്രകടിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ വേദനകൾ അവിടെ അനുഭവിക്കേണ്ടിയിരുന്നത് കർത്താവ് യേശുക്രിസ്തു ആയിരുന്നില്ല, മറിച്ച് നാം ഓരോരുത്തരുമായിരുന്നു. നമ്മളായിരുന്നു അങ്ങനെ നിലവിളിച്ച് ആ നിത്യനാശത്തിലേക്ക് പോകേണ്ടിയിരുന്നത്. എന്നാൽ കർത്താവ് അതിനെല്ലാം ഏറ്റെടുത്ത് എന്നെ കൈവിട്ടത് എന്തേ എന്നുള്ള നിലവിളിയോടുകൂടെ ആ ക്രൂശിൽ കിടക്കുന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ യേശു കർത്താവ് എന്നെ കൈവിട്ടത് എന്തെന്ന് നിലവിളിക്കുമ്പോൾ പിതാവാം ദൈവം യേശുവിനെ കൈവിട്ടോ എന്ന ചോദ്യം ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. പലരും പല അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണുമായിരിക്കാം. യഥാർത്ഥത്തിൽ യേശു കർത്താവിനെ ദൈവം കൈവിട്ടോ എന്നുള്ളത്. ഇവിടെ അതായത് നമുക്കറിയാം, ദൈവിക തൃത്വത്തെ കുറിച്ച് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും ഈ പ്ലാറ്റ്ഫോമിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ദൈവിക തൃത്വത്തിലെ ആ നിത്യ ഐക്യം അത് ഒരിക്കലും വേർപിരിക്കാനാവാത്ത ഒരു നിത്യ ബന്ധമാണ് ആ ദൈവിക തൃത്വത്തിലെ. അതിൽ ഒരു ബന്ധങ്ങളെയും തമ്മിൽ മാറ്റാൻ കഴിയില്ല. അതൊരു നിത്യമായ ബന്ധമാണെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിത്വത്തെ അല്ലെങ്കിൽ ആ ബന്ധത്തെ ബ്രേക്ക് ചെയ്ത് കൈവിട്ട് എന്നുള്ള ചോദ്യം ആ നിലയിലൊക്കെ അങ്ങനെ ആ അർത്ഥത്തിൽ പിതാവിന് യേശുവിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് പല വേദശാസ്ത്രജ്ഞന്മാരും വിശ്വസിക്കുന്നുണ്ട്. ആ നിലയിലാണ് അവർ അഭിപ്രായപ്പെടുന്നത്. അതായത് പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി ദർശിക്കാവുന്ന ആ ദൈവിക തൃത്വത്തിലെ തുല്യ പദവിയുള്ള പുത്രനെ പിതാവ് എന്തെങ്കിലും തള്ളിക്കളഞ്ഞുവോ എന്ന ചോദ്യം ആ നിലയിലാണ് അതിനെ കാണാൻ കഴിയുന്നത്. ഈ ചോദ്യം ഉയർന്നു വരുമ്പോൾ രണ്ട് നിലയിലുള്ള ഉത്തരങ്ങൾ വേദപഠിതാക്കളുടെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ സങ്കീർത്തനം 22-1 എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തേ എന്ന് ആരംഭിക്കുന്ന ആ സങ്കീർത്തനം, ആ ചോദ്യത്തിന്റെ തുടർച്ചയായി യേശു കർത്താവ് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ കുറെ വാക്കുകളോട് വിവരിക്കുന്നുണ്ട്. അതൊക്കെ വിവരിച്ചതിന് ശേഷം ആ സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആത്മവിശ്വാസത്തിലും വിജയത്തിലുമാണ് ആ സങ്കീർത്തനം അവസാനിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആ പറയുന്നതിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ആ അവസാനിക്കുന്നതിലൂടെ യേശു പിതാവുമായിട്ടുള്ള ബന്ധത്തിലെ അക്ഷരാർത്ഥത്തിലുള്ള ഒരു വിടവിലേക്കല്ല പോകുന്നത്, മറിച്ച് തിരുവെഴുത്തുകളുടെ പൂർത്തീകരണത്തിലാക്കിയാണ്, അല്ലെങ്കിൽ അതെല്ലാം നിവൃത്തിയായി എന്നുള്ള ആ ഒരു നിലയിലേക്കാണ് അതിനെയാണ് അത് വിരൽ ചൂണ്ടുന്നതെന്നാണ് ഒരു വിഭാഗം വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നത്. അതായത് പൂർണ്ണമായും അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ കൈവിട്ടു എന്നുള്ള ആ നിലയിലേക്കല്ല എന്നുള്ളതാണ് ഒരു കൂട്ടം വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്. ഇനി രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത്, ബൈബിളിൽ തെളിവുകളൊന്നും വ്യക്തമല്ലെങ്കിലും, ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ല, അങ്ങനെ തെളിവുകളൊന്നും വ്യക്തമല്ലെങ്കിലും എന്നെ കൈവിട്ടത് എന്ത് എന്ന ചോദ്യത്തിന്റെ ഗ്രീക്ക് പദം, അതിന്റെ ആ പദം കൂടുതലായി നമ്മൾ പഠിക്കുമ്പോൾ അതിനെ മനസ്സിലാക്കുമ്പോൾ ഒരു ചെറിയ കാലയളവിലേക്ക് ഉപേക്ഷിച്ചു എന്ന സൂചന നൽകുന്ന ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ചെറിയ കാലയളവിലേക്ക് ഉപേക്ഷിച്ചു എന്നുള്ളത്, അതായത് യേശുവിന്റെ മനുഷ്യത്വത്തിൽ മനുഷ്യകുല പാപത്തിന്റെ സർവ്വഭാരവും ചുമത്തപ്പെട്ടപ്പോൾ പിതാവ് താൽക്കാലികമായി യേശുവിനെ ഉപേക്ഷിച്ചു എന്ന നിലയിലുള്ള ഒരു അഭിപ്രായവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ ഉപേക്ഷിക്കൽ യേശുവിന്റെ ദൈവത്വത്തിലല്ല, അവന്റെ മനുഷ്യത്വത്തിൽ മാത്രമാണെന്ന് ചില ദൈവശാസ്ത്രന്മാർ വാദിക്കുന്നുണ്ട്. അതായത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നു, അതേസമയം പൂർണ്ണ ദൈവമായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാമല്ലോ. അതിൽ ആ മനുഷ്യത്വത്തിൽ കർത്താവായ യേശുവിനെ പിതാവാം ദൈവം ഉപേക്ഷിച്ചു എന്ന് ചില ദൈവശാസ്ത്രന്മാർ വാദിക്കുന്നുണ്ട്. ഈ വീക്ഷണത്തിലൂടെ പാപം വഹിക്കുന്ന ആൾ എന്ന നിലയിൽ യേശു ലോകത്തിന്റെ പാപത്തെ അല്ലെങ്കിൽ പാപങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട സമയത്ത് പിതാവാം ദൈവം അല്ലെങ്കിൽ പരിശുദ്ധനായ ദൈവത്തിന് പാപത്തെ നോക്കാൻ കഴിയാത്തതിനാൽ പിതാവ് തൽക്ഷണം യേശുവിൽ നിന്ന് മുഖം തിരിച്ചു, അവന്റെ ദൃഷ്ടിയിൽ നിന്ന് യേശുവിനെ മാറ്റി നിർത്തി എന്ന രീതിയിൽ അതിനെ അർത്ഥമാക്കുന്നുണ്ട്. ആ നിലയിൽ അതിനെ വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പഠനത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവ് മനുഷ്യൻ എന്ന നിലയിൽ ആ വേർപിരിയൽ വേദന അനുഭവിക്കുകയായിരുന്നു ഈ നിലവിളിയിലൂടെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിലൂടെ മനുഷ്യരാശിയുടെ പാപമോചനത്തിന് വേണ്ടതായ മുഴുവൻ വിലയും നമുക്ക് നൽകി, അല്ലെങ്കിൽ ദൈവത്തിന് മുമ്പാകെ നൽകി എന്ന് നമുക്ക് കാണുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ അതിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ
അവനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒന്നും കഴിയില്ലെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ ഭയങ്കരമായ അത്രയും വലിയ ഒരു പ്രതിസന്ധിയിൽ കൂടിയായിരുന്നു കർത്താവ് അതുവരെ. ഞാനത് സഹിക്കും, ഞാൻ അതിനു വേണ്ടി പോവുകയാണ്, ഞാനത് തയ്യാറാണ്, ഞാൻ അതിനുവേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞ കർത്താവ് ആ സമയത്ത് അങ്ങനെ നിലവിളിക്കുന്നതിലൂടെ നമുക്ക് മുമ്പാകെ വെളിപ്പെടുത്തുക എന്നുള്ളത് നാം അറിയുക. നാം ആ ഒരു മഹത്വത്തോടെ കർത്താവിനെ കാണുവാനും മഹോന്നതനായ ആ ദൈവത്തെ മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും ദൈവം ഇടവരുത്തട്ടെ. ഇതിനെ ആത്യന്തികമായി പറയുമ്പോൾ ഈ സംഭവം ക്രൂശീകരണത്തിന്റെ അഗാധമായ രഹസ്യത്തെയാണ് എടുത്തു കാണിക്കുന്നത്. ഇത് മനുഷ്യപുത്രനായ യേശുക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളുടെ ആഴത്തെയും ഒപ്പം തൃത്വത്തിന്റെ അഭേദ്യമായ സ്നേഹത്തെയും നമ്മുടെ മുമ്പാകെ പ്രതിഫലിക്കുന്നതാണ്. ആ സ്നേഹ കൂട്ടായ്മയിലേക്കാണ് നമുക്ക് ക്ഷണനമുള്ളത് എന്നുള്ളത് നാം അറിയുക. 2 കൊരിന്ത്യർ 5-21 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അടുത്തതായി ആ നിലയിലാണ്. ആ വാക്യങ്ങളൊന്നും കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ, അത് നമുക്കറിയാവുന്നതാണല്ലോ. ഇനി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ 5-ാമത്തെ മൊഴിയെ കുറിച്ച് ചിന്തിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 5-ാമത്തെ മൊഴി ഇതായിരുന്നു, എനിക്ക് ദാഹിക്കുന്നു. ഒരു വളരെ സിമ്പിളായ ഒരു വാക്ക് എന്ന് പോലെ നമുക്ക് തോന്നാം വായിച്ചു പോകുമ്പോൾ. യോഹന്നാന്റെ സുവിശേഷം 19-28 വാക്യത്തിലാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിന്റെ 28 മുതലുള്ള വാക്യങ്ങളൊന്നും ഞാൻ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറച്ച ഒരു പാത്രം ഉണ്ടായിരുന്നു. അവർ ഒരു സ്പോഞ്ച് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈ സോപ്പ് തണ്ടിന്മേലാക്കി അവന്റെ വായോട് അടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നപ്പോൾ ഉണ്ടാകുവാനിടയുള്ള ആ നിർജ്ജലീകരണത്തെ കുറിച്ച് ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചല്ലോ. ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ഇവിടെ യേശുക്രിസ്തുവിന് വെള്ളത്തിനായുള്ള അതിയായ ആവശ്യം മൂലം ഉണ്ടായ ഒരു മാനുഷികമായ വാക്കുകളാണ് എനിക്ക് ദാഹിക്കുന്നു എന്നുള്ളത് എന്ന നിലയിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുവിന്റെയും ശബരിക്കാരിയായ സ്ത്രീയുടെയും കഥയിൽ കാണുന്ന പോലെ നമ്മുടെ കർത്താവിന് ദാഹിക്കാൻ കഴിവുണ്ടായിരുന്നു. കാരണം അവൻ മനുഷ്യൻ കൂടിയായിരുന്നു, അതുകൊണ്ട് അവന് ദാഹമുണ്ടായിരുന്നു എന്നുള്ളത്. അതായത് ദൈവത്തിനായ യേശുവിന്റെ മനുഷ്യത്വത്തെ തെളിയിക്കുന്ന ഒരു സംഭവമാണല്ലോ അവിടെ ദാഹിക്കുന്നു ആ സ്ത്രീയോട് വെള്ളം ചോദിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ വേദഭാഗത്ത് യോഹന്നാൻ കർത്താവിന്റെ ക്ഷീണിതമായ ശബ്ദത്തിലുള്ള എനിക്ക് ദാഹിക്കുന്നു എന്ന വാക്കുകൾ ഇവിടെ രേഖപ്പെടുത്തിയതിലൂടെ യേശു കുരിശിൽ വളരെ ക്രൂരമായി ബന്ധിക്കപ്പെട്ടിരുന്നെങ്കിലും വെള്ളത്തിനായുള്ള സ്വന്തം പ്രാഥമിക ആവശ്യം പോലും നിറവേറ്റുവാൻ അവന് ശക്തിയില്ല എന്നുള്ളത് നമ്മെ അറിയിക്കുകയാണ്. അതുപോലും ഒരു വെള്ളം കുടിക്കാൻ കഴിയുന്ന ആ നിലയിൽ പോലും കഴിയില്ല എന്നുള്ള നിസ്സഹായതയാണ് നമ്മുടെ മുമ്പാകെ ഇവിടെ കാണിക്കുന്നത്. ഇത് നിവൃത്തിയായി, ഇത് തിരുവെഴുത്തുകൾ നിവൃത്തിയായി അല്ലെങ്കിൽ പഴയ പ്രവചനങ്ങൾ നിവൃത്തിയായി എന്ന് നമുക്ക് ആ വേദഭാഗത്ത് കാണുന്നുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ട നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പഴയ നിയമ പ്രവചനം എന്ന് പറയുന്നത് സങ്കീർത്തനം 69-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, അവർ എന്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കൊടിപ്പാൻ തന്നു. ഈ വാക്യത്തിന്റെ പ്രവചന നിവൃത്തി നമുക്ക് ഈ ക്രൂശീകരണത്തോടനുബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവിനെ ക്രൂശിൽ ഏറ്റുവാൻ നിശ്ചയിച്ച സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അതായത് പിലാത്തോസിന്റെ അടുത്ത് നിന്ന് വിധിയും മേടിച്ചുകൊണ്ട് അവനെ ക്രൂശിൽ ചുമപ്പിച്ച് ഉപദ്രവിച്ച് പഴിനീളെ പരിഹസിച്ച് അവനെ ക്രൂശിക്കുവാനോ നിശ്ചയിച്ച അല്ലെങ്കിൽ കുരിശിൽ തറച്ച് കൊല്ലുവാൻ ഉദ്ദേശിച്ച ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവർ യേശുവിന് വ്യത്യസ്തമായ ഒരു പാനീയം കുടിക്കാൻ നൽകിയിരുന്നു. ആ സമയത്ത് ക്രൂശിക്കുന്നതിന് മുമ്പ് തന്നെയായിട്ട് ഇത് ഈ ക്രൂശിൽ കടന്നുകൊണ്ട് കുടിച്ച ആ പുളിച്ച വീഞ്ഞുമായി വലിയ വ്യത്യാസമുള്ള ഒരു പാനീയമായിരുന്നു ആ സമയത്ത് നൽകിയിരുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ പാനീയത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതിന് 27-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവന് കയ്പ് കലക്കിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു, അത് രുചിച്ചു നോക്കിയാറെ അവന് മനസ്സായില്ല എന്നാണ് ആ വേദഭാഗത്ത് നമുക്ക് അറിയുന്നത്. ഇവിടെ ഈ പാനീയത്തിൽ കലക്കിയ കയ്പ് പിത്തരസമാണെന്ന് മറ്റു തർജ്ജമകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ പിത്തരസം കലക്കിയ ആ ഒരു പാനീയമായിരുന്നു അവിടെ കൊടുത്തതെന്ന് നമുക്ക് അറിയുന്നുണ്ട്. ഇനി മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 15-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ അവിടെ പറയുന്നു, കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് അവന് കൊടുത്തു, അവനോ വാങ്ങിയില്ല എന്നുള്ളതാണ്. ഇവിടെ കാണുന്ന കണ്ടിവെണ്ണ ഔഷധ ശക്തിയുള്ള എന്നറിയപ്പെടുന്ന ഒരു സുഗന്ധവർഗമാണ് എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിന്റെ തർജ്ജമകളിലും അല്ലെങ്കിൽ മറ്റു
വേദ പഠനങ്ങളിലേക്ക്, വേദപുസ്തക തർജ്ജമകളിലേക്ക് അല്ലെങ്കിൽ അതിന്റെ സ്റ്റഡി ബൈബിളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ രണ്ട് പാനീയങ്ങളുടെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ്. ഇത് ശരീരത്തെയും മനസ്സിനെയും മന്ദീഭവിക്കുന്ന ഒരു ഔഷധവുമായും വേദന സംഹാരിയുമായി ഉപയോഗിക്കുന്ന ഒന്നാണ്. ആ നിലയിലുള്ള ഒരു പാനീയമായി അതായത് ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പ്, യേശുവിന്റെ കൈകാലുകളിൽ ആണികൾ തറയ്ക്കുന്നതിന് തൊട്ടു മുമ്പായി പടയാളികൾ ഈ പാനീയങ്ങൾ കുടിക്കാനായി യേശുവിന് നൽകിയപ്പോൾ ആ പിത്രസം കലർത്തിയ വീഞ്ഞ് രുചിച്ചു നോക്കിയിട്ട് അതിനെ അവൻ നിരസിച്ചു. അതുപോലെ തന്നെ മൂര് ചേർത്ത വീഞ്ഞ് നൽകിയപ്പോൾ അത് വാങ്ങാൻ പോലും യേശു കൂട്ടാക്കിയില്ല എന്നാണ് മർക്കോസ് രേഖപ്പെടുത്തിയത്. കുരിശിൽ മുറിവേറ്റവനായി കിടക്കുമ്പോൾ അല്ലെങ്കിൽ ക്രൂശിൽ തറച്ച് പിന്നീട് അവൻ മുറിവേറ്റവനായി അവിടെ ആ വേദന സഹിച്ച് കിടക്കുമ്പോൾ ആത്മീയമായി ജാഗ്രത പാലിക്കുന്നതിനായി നമ്മുടെ കർത്താവ് ക്രൂശീകരണത്തിന് മുമ്പായി ആ പാനീയങ്ങൾ കുടിപ്പാൻ വിസമ്മതിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കർത്താവ് അതിന് തയ്യാറായില്ല. ആ വേദന സഹിക്കുവാൻ, അത് ഏറ്റെടുക്കുവാൻ കർത്താവ് അത് മറന്നു പോകുവാൻ, അല്ലെങ്കിൽ അതൊന്നും അറിയാതെ അങ്ങനെ ഒരു ക്രൂശീകരണത്തിന് കർത്താവ് സമ്മതിച്ചില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കുരിശിലെ തന്റെ വേദനയും പീഡനയും കുറയ്ക്കാനുള്ള ഒരേ ഒരു അവസരമായിരുന്നിട്ടും യേശു കർത്താവ് അതിനെ നിരസിച്ചു. കാരണം നമുക്കറിയാം, ക്രൂരമായ പടയാളികൾ, യഹൂദന്മാർ അവനെ ക്രൂശിപ്പാനായിട്ട് അതിന്റെ വിധിയെല്ലാം വെച്ചുകൊണ്ട് അത് നിശ്ചയിച്ചതാണ്. അത് അങ്ങനെ തന്നെ സംഭവിക്കാൻ പോവുകയാണ്. എന്നാൽ ആ വേദന കുറയ്ക്കുവാൻ, ആ പീഡനം കുറയ്ക്കുവാൻ ഒരേ ഒരു അവസരം എന്ന രീതിയിൽ ഈ പാനീയമായിരുന്നു. എന്നാൽ കർത്താവ് അതിനെ നിരസിച്ചു. അങ്ങനെ ലോകത്തിന്റെ രക്ഷയ്ക്കായി താൻ ചെയ്തെടുക്കുന്ന പ്രവൃത്തികളെ സുബോധത്തോടെ തന്നെ തനിക്ക് നോക്കി കാണുവാൻ കർത്താവിന് ഇടയായി എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അതിന്റെ അവസാന ശ്വാസം വിട്ട് പിതാവിന്റെ കരത്തിലേക്ക് ആത്മാവിനെ ഏൽപ്പിക്കുന്നിടം വരെ കർത്താവ് കാര്യങ്ങളെ വളരെ വ്യക്തമായി കാണുകയും കർത്താവ് വേദനകളെ സഹിക്കുകയും സംസാരിക്കുകയും തന്റെ ആ വാക്കുകളെ ഒക്കെ അതിൻ്റെതായ നിലയിലൊക്കെ പൂർത്തീകരിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവസാനമായി എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് പടയാളികൾ സ്പോഞ്ചിൽ നിറച്ചു കൊടുത്ത ആ പുളിച്ച വീഞ്ഞ് നുണഞ്ഞ് സകലത് നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രാണനെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വെടിഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കണ്ട ഈ രണ്ട് മൊഴികളും നമ്മോട് ദൈവം കാണിച്ച സ്നേഹത്തെ എത്ര മനോഹരമായി, അത് മനോഹരമായി തന്നെ എന്ന് പറയുമ്പോൾ അത് പഴയ നിയമ തിരുവെഴുത്തുകൾ അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അത് വെളിപ്പെടുത്തുന്നതാണ്. നമ്മൾ അത് പഴയ നിയമത്തിൽ നോക്കിയാലും പുതിയ നിയമത്തിൽ നോക്കിയാലും എത്ര മനോഹരമായി തന്നെയാണ് കർത്താവ് ഈ രണ്ട് മൊഴികളെ, നമ്മളോടുള്ള സ്നേഹത്തെ, നമുക്ക് കൊടുക്കുന്ന വലിയ രക്ഷയുടെ മഹത്വത്തെ നമ്മുടെ മുമ്പാകെ വെളിപ്പെടുത്തുന്നത്. യേശു ക്രിസ്തുവിൽ കൂടി ഭൂമിയിലുള്ള സകല മനുഷ്യർക്കുമായി ഒരുക്കിയ ഈ വലിയ രക്ഷയെ അഗണ്യമാക്കുവാൻ ആരുടെയും ജീവിതത്തിൽ ഇടവരരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ ദൈവീയ സന്ദേശം ഇന്ന് രാത്രിയോട് അവസാനിപ്പിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചാൽ ഇതിന്റെ ബാക്കി നമുക്ക് പിന്നെയും ചിന്തിക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.